ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമയത്ത് കറാച്ചി തുറമുഖത്ത് ഇന്ത്യൻ നാവികസേന നടത്തിയ വിജയകരമായ ഓപ്പറേഷൻ ട്രൈഡന്റ് ആക്രമണത്തിന്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും ഇന്ത്യൻ നാവിക ദിനം ആചരിക്കുന്നത്. സാധാരണ പ്രമുഖ നാവികസേന താവളങ്ങളിൽ വെച്ചാണ് നാവിക ദിനം ആഘോഷിക്കാറുള്ളത്. എന്നാൽ സാധാരണക്കാരിലേക്ക് കൂടുതലായി ഇറങ്ങിച്ചെല്ലുന്നതിന്റെ ഭാഗമായി മറ്റു നഗരങ്ങളിൽ വെച്ചാണ് ഇപ്പോൾ ചടങ്ങുകൾ നടത്തുന്നത്. കഴിഞ്ഞ തവണ ഒഡീഷയിലെ പുരിയിലും അതിനു മുൻപ് മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗിലുമായിരുന്നു നാവിക ദിനം ആചരിച്ചത്. ഇത് രണ്ടിനും ശേഷം ഇപ്പോൾ മൂന്നാം തവണ ആഘോഷങ്ങൾ നടക്കുന്നത് കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് വെച്ചാണ്. തലസ്ഥാനത്തെ ശംഖുമുഖം ബീച്ചിൽ വെച്ച് ഡിസംബർ 3-നാണ് ഇന്ത്യൻ നാവികസേനയുടെ ശക്തിയും പ്രതാപവും വിളിച്ചോതുന്ന നാവിക ദിനാചരണം നടക്കുന്നത്. വിമാനവാഹിനികൾ, നാവികസേന കപ്പലുകൾ, നാവികസേനയുടെ പ്രത്യേക വിഭാഗങ്ങൾ എന്നിവയെല്ലാം അണിനിരക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടെ നാവിക ദിനാചരണത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ഡിസംബർ 3-ന് വൈകിട്ട് 4:30-ന് ശംഖുമുഖത്ത് സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് മുന്നോടിയായി ദിവസങ്ങൾക്ക് മുൻപേ തന്നെ റിഹേഴ്സലുകൾ ആരംഭിച്ചിരുന്നു. പരമാവധി 40,000 പേർക്ക് ചടങ്ങുകൾ നേരിട്ട് കാണാനുള്ള അവസരമൊരുക്കുന്നുണ്ടെന്നാണ് വിവരം. രാഷ്ട്രപതി ഇരിക്കുന്ന പ്രധാന പവലിയന്റെ ഇടതുഭാഗത്ത് ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കുള്ള ഇരിപ്പിടമാണെങ്കിൽ വലതുഭാഗത്ത് 8,500 പേരെ ഉൾക്കൊള്ളാവുന്ന പവലിയൻ സജ്ജീകരിച്ചിട്ടുണ്ട്. നാവികസേന വിതരണം ചെയ്ത പാസുകൾ ഉപയോഗിച്ചാവും ഇവിടേക്കുള്ള പ്രവേശനം സാധ്യമാവുക. മാത്രമല്ല, കണ്ണാന്തുറ പള്ളി മുതൽ വെട്ടുകാട് പള്ളി വരെയുള്ള തീരത്ത് നാട്ടുകാർക്കുൾപ്പെടെ നിന്നു കാണാൻ അവസരമുണ്ട്. ഇവിടെ പരമാവധി 30,000 പേർക്ക് തങ്ങാവുന്നതാണ്. പ്രധാന വേദിയിൽ നടക്കുന്ന ചടങ്ങുകൾ കാണാൻ LED വാളുകളും സജ്ജമാണ്. 3,500 പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. മാത്രമല്ല, പൊതുജനങ്ങൾക്കായി ഒട്ടേറെ പരിപാടികളും ദക്ഷിണ നാവിക കമാൻഡ് നടത്തുന്നുണ്ട്. നവംബർ 8-ന് സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്കും വയോജനങ്ങൾക്കും നാവിക ആസ്ഥാനം സന്ദർശിക്കാനുള്ള അവസരം ലഭിക്കും. ക്ഷണിക്കപ്പെട്ട സ്കൂളുകളിലെ 9ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് നാവിക ആസ്ഥാനവും INS ഗരുഡയും കപ്പലുകളും സന്ദർശിക്കാൻ സാധിക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.